നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏത് കാര്യത്തിനും രണ്ട് ഭാഗമുണ്ട്. ഒന്ന് നമ്മൾ കാണുന്നതും ഒന്ന് കാണാത്തതും, അല്ലേ? ബിസിനസ്സുകാരനെ സംബന്ധിച്ച് എപ്പോഴും കാണുന്ന ഭാഗം മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ അയാൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ എപ്പോഴും അപ്പ് ആൻഡ് ഡൗണുകൾ സാധാരണ. ഇവിടെ നമ്മുടെ സിസ്റ്റത്തിനെ സംബന്ധിച്ച് സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു കാരണവശാലും നമുക്ക് പരാജയപ്പെടാനുള്ള സാഹചര്യം ഇല്ല. പിന്നെ എവിടെയാണ് നമ്മൾ പരാജയപ്പെടുക? നമ്പർ 1, നമ്മൾ സിസ്റ്റത്തിനെ കുറിച്ച് വളരെ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് 190 ദിവസമാണ് അവർക്ക് റഫറൽ കമ്മീഷൻ ലഭിക്കുക. വളരെ 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 പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മളുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി ഇതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 1000 ദിവസം കൊണ്ടാണ് റിട്ടേൺ ലഭിക്കുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹം പിന്നെ ഒരു വർക്കും ചെയ്തില്ലെങ്കിൽ 1000 ദിവസം അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വരും. അല്ല, റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്ത വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ എന്ത് സംഭവിക്കും? രാജീവ് സാറിനെ സംബന്ധിച്ച് 100 USDT കൊണ്ടുവന്ന ആളെ 200 USDT എത്ര ദിവസം ഉണ്ടാവും? 5 ദിവസം കൊണ്ട് തീരും. ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റണം? കൃത്യമായി സൈറ്റിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റഫറൽ കമ്മീഷൻ അവസാനിച്ചത് അദ്ദേഹത്തിന് അറിയാൻ കഴിയില്ല. പല ആളുകൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ? ഇത്രയും അറിയുന്ന എന്നെ സംബന്ധിച്ച് ഇന്നലെ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെറ്റ സ്റ്റേറ്റിങ്ങില് ഇന്നലെ കട്ടായി. ഞാൻ നോക്കാൻ മറന്നുപോയി. 2 ദിവസം 1500 BBC മെറ്റ എനിക്ക് നഷ്ടപ്പെട്ടു. 2 ദിവസം നോക്കാൻ മറന്നുപോയി. ഇത് സ്വാഭാവികമായിട്ടൊക്കെ നമുക്ക് സംഭവിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിലേക്ക് ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 200% സിസ്റ്റം തരും എന്ന് പറഞ്ഞ് 1% നമുക്ക് റിട്ടേൺ തരുന്നത്. ഈ സംഭവത്തിനെ കുറിച്ച് നമ്മൾ കൃത്യമായി നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നത്, ഇപ്പൊ നമ്മുടെ കൂടെ 100 ആളുകളുണ്ട്, വീണ്ടും 100 ആളുകൾ വരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഈ 100 ആളുകൾ ഔട്ടാവും. ഈ വരുന്ന 100 ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയില്ല. പിന്നെ മറ്റൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റിലും എന്താണ് സംഭവിക്കുന്നത്? സിസ്റ്റം എപ്പോഴും പറയുന്നത് 0.20 ആണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളതാണ്, അല്ലെ? യഥാർത്ഥത്തിൽ 10 മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. 10 നമ്മുടെ ക്യാപിറ്റലാണ്. ഇതറിയാതെ നമ്മൾ മുഴുവൻ തുകയും വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് വളരെ പെട്ടെന്ന് തന്നെ ക്ലോസ് ആവുകയും നമ്മുടെ വരുമാനം അവസാനിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പോലും ഈ ബിസിനസ്സിലെ കയറ്റിറങ്ങുകൾ നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മളൊരു സേഫ് സോണിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനുള്ളിൽ സിസ്റ്റം നമ്മളോട് ആവശ്യപ്പെടാത്ത ഒരു സ്വന്തമായ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. കാരണം റഫറൽ മാർക്കറ്റിംഗിൽ ഈ പറയുന്ന അപകടം എപ്പോഴും ഉണ്ട്. അതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാത്തതാണ്. പഠിച്ചാൽ അത് പരിഹരിക്കപ്പെടും. ഒരു 99% ആളുകൾക്കും നമ്മുടെ സിസ്റ്റത്തിൽ എത്ര പേജുകളുണ്ടെന്നും അവിടെ എന്താണ് നടക്കുന്നതെന്നും ഇന്നും അറിയില്ല. കഴിഞ്ഞ ദിവസം മനീഷ് സാർ തൃശ്ശൂരായിരുന്നു, 4 ദിവസം ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തൊരു ദിവസം ഒറ്റ ദിവസം 31 സീഡ് ഫണ്ടിങ് ചെയ്യാണ്ടായിരുന്നു. ഇന്നത്തെ മീറ്റിംഗ് കേട്ടിട്ടുണ്ടാവും. ഒരു ഫോണിൽ 3 സീഡ് ഫണ്ടിങ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 3 സീഡ് ഫണ്ടിങ്. ഞാനും എന്റെ ഭാര്യയും എന്റെ മോനും കൂടിയാണ് വീട്ടിൽ ഒരു 7 സീഡ് ഫണ്ട് ചെയ്ത്. മനീഷ് സാർ തൃശ്ശൂർ നിന്ന് ചെയ്തു, കണ്ണൻ അവിടെ നിന്ന് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ 31 സീഡ് ഫണ്ടിങ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഈ സീഡ് ഫണ്ടിങ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഫ്ലോപ്പ് ആവും. ടോക്കൺ ഫാമിനെ കുറിച്ച് ധാരണയില്ലെങ്കിൽ ഫ്ലോപ്പ് ആവും. കാരണം ഈ പറയുന്ന ആളുകൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പ്രോഗ്രാമാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം എപ്പോഴും ഇതുപോലെ വളരെ നന്നായി പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഇല്ലല്ലോ. 2 ദിവസം അല്ലാതെ 3-ാമത്തെ ദിവസം ആളുകളുടെ സ്വഭാവം മാറുന്ന കാലമാണ്. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്, ഇനി ഞാൻ അയാളുടെ കൂടെ വർക്ക് ചെയ്യില്ല. കാരണം ആദ്യം എടുക്കുന്ന തീരുമാനം പല ആളുകൾക്കും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നില്ല, സാറേ നിങ്ങളുടെ താഴെ നമ്മൾ ജോയിൻ ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം
അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായി. നമ്മൾ പറഞ്ഞു വിട്ടു. അപ്പൊ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ് നിങ്ങളുടെ ഫ്രാഞ്ചൈസി എന്ന് നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കണം. ഇത്തരം കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കഥകളായി നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞാൽ കൃത്യമായ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. അതുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു മാസത്തിൽ 2 ആഴ്ച കൃത്യമായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കിനി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് തൊടാൻ പാടില്ല. അവിടെ നമ്മളൊരു പുതിയൊരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് 7 സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിംഗ് പദ്ധതിയാണ്. അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കൃത്യമായിട്ടും സൈറ്റിനെ കുറിച്ച് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഫാമിംഗ് ചെയ്യാൻ പഠിക്കണം. എങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എനിക്കും മനീഷാറിനും അത് ചെയ്തു തരാനും കഴിയില്ല. കാരണം അതിന്റെ തീയതിയൊക്കെ ഡയറിയിൽ എഴുതി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. 7 ഐഡിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഏർലി ബേർഡുമായി ബന്ധപ്പെട്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും ഇപ്പൊ മനസ്സിലാക്കുക. നിങ്ങളുടെ തന്നെ സ്വന്തം ഐ ഡി 3 ഐ ഡി 7 മാസം കൊണ്ട് ഇരട്ടി ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ കിട്ടുന്ന USDT 7 മാസം കൂടുമ്പോൾ ഇരട്ടിയാകുമ്പോൾ അത് ഹൈ ലെവലിലേക്ക് പോകും. അപ്പൊ അതിന് താഴെ 4 ഐ ഡി കൊടുക്കണം. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങും സൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇനി വരാൻ പോകുന്ന സമയത്ത് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അത് മിക്കവാറും നമ്മുടെ ഓഫീസിൽ വെച്ചായിരിക്കും നടക്കുക. അല്ലെങ്കിൽ കണ്ണൂർ ഏതെങ്കിലും ഒരു ചെറിയ ഹാളിൽ ഒരു 10-100 രൂപ ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ 100% പറയാം, ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയും ഒരു പരിധിവരെ. പക്ഷേ സാറ് പറഞ്ഞതുപോലെ കൃത്യമായി പഠിച്ചിരിക്കണം. ഇത് സൈറ്റ് പഠിക്കാതെ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം മാറ്റി വെച്ചിട്ടും നിങ്ങൾ വരാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ വിജയിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് നല്ല തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല യാത്രകളും നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ ബേസ് ചെയ്തിട്ട് മാത്രം ടീമിന്റെ വർക്ക് പോകില്ല. അപ്പോൾ ടീം ലീഡേഴ്സ് മുഴുവൻ ആളുകളും ഇത് പഠിക്കാൻ ആ ട്രെയിനിങ് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഇത്തിരി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഒരു അല്പകാര്യങ്ങളിൽ മനീഷ് സാർ കൂടി സംസാരിക്കും. ഓക്കെ, താങ്ക് യു.